മനുഷ്യനെ ബന്ധിച്ച പാശങ്ങളെ എങ്ങനെയാണ് പൊട്ടിച്ചെറിയേണ്ടത് എന്ന് ഇന്നത്തെ ശ്ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്ലോകം നോക്കാം. യദനുദ്യാസിനായുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത് കഥാരതിം. ഒന്നുകൂടി നോക്കാം. യദനുദ്യാസിനായുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത് കഥാരതിം. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അന്യം നോക്കാം. യത് അനുദ്യാസിനാ യുക്താഃ കോവിദാഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി തസ്യ കഥാരതിം കഹ ന കുര്യാത്. ഒന്നുകൂടി അന്യം നോക്കാം. യത് അനുദ്യാസിനാ യുക്താഃ കോവിദാഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി തസ്യ കഥാരതിം കഹ ന കുര്യാത്. ഇനി നമുക്ക് പദങ്ങളായിട്ട് നോക്കാം. യത് അനുധ്യാസിന യുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാഃ തസ്യ ക ന കുര്യാത് കഥാരതിം. ഒന്നുകൂടി പദമായിട്ട് നോക്കാം. യത് അനുധ്യാസിന യുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാഃ തസ്യ ക ന കുര്യാത് കഥാരതിം. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. യത് ഏത്, അനുധ്യാസിന നിരന്തരമായ ധ്യാനത്തിലൂടെ, യുക്താഹ സംയുക്തരായവർ, കർമ്മഗ്രന്ഥി കർമ്മബന്ധനത്തിൻ്റെ കുരുക്ക്, നിബന്ധനം അതായത് ബന്ധനം, ചിന്തന്തി വെട്ടിമാറ്റുന്നു, കോവിദാഹ ബുദ്ധിമാന്മാർ, തസ്യ ഭഗവാന്റെ, കഥാരഥിം കഥകളോടുള്ള ആസ്വാദനം, കഹ ആരാണ്, ന കുര്യ ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഭഗവാനെ നിരന്തര ധ്യാനത്തോടെ സ്മരിക്കുന്നതിലൂടെ ബുദ്ധിമാന്മാരായ ഭക്തന്മാർ മനുഷ്യനെ ബന്ധിക്കുന്ന കർമ്മബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയുന്നു. അത്തരം ബന്ധനങ്ങൾ അഴിച്ചു കളയുന്ന ഭഗവാന്റെ കഥകളിൽ ആസക്തിയില്ലാത്തവർ ആരുണ്ട്? അതിനാൽ ഭഗവത് കഥാരസം ആത്മമോചനത്തിനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ മുമ്പത്തെ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഭാഗവത പഠനം എന്ന പേരിലുള്ള പ്ലേലിസ്റ്റിൽ കയറി എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയറും ചെയ്തു കൊടുക്കുക. ദിവസവും ഭാഗവതം പാരായണം ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.